ഇന്ന് പഠിക്കുന്നത് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആൻഡ് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ആണ്. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ദ എക്സിക്യൂട്ടീവ് ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഈ രണ്ട് സർക്കിൾ നോക്കൂ. ഇതിലെ അകത്തെ ഔട്ടർ സർക്കിളിനെ നമുക്ക് ലെജിസ്ലേച്ചർ എന്നും ഇന്നർ സർക്കിളിനെ നമുക്ക് എക്സിക്യൂട്ടീവ് എന്നും വിളിക്കാം. ലെജിസ്ലേച്ചർ ഔട്ടർ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ട് ലെജിസ്ലേച്ചറിൽ. ലെജിസ്ലേച്ചർ എങ്ങനെയുണ്ടാകുന്നു? പീപ്പിൾ എലക്ട് ദെയർ മെമ്പേഴ്സ്, ജനങ്ങൾ എലക്ട് ചെയ്യപ്പെടുന്ന എം പിമാർ അല്ലെങ്കിൽ എം എൽ എമാർ അവരടങ്ങുന്ന ആ ഒരു ഹൗസ്, രണ്ട് ഹൗസിനെയുമാണ് നമ്മൾ ലെജിസ്ലേച്ചർ എന്ന് വിളിക്കുന്നത്. ആ ലെജിസ്ലേച്ചറിൽ നിന്നും ഒരു കുഞ്ഞു ഭാഗത്തെ എടുത്താൽ എക്സിക്യൂട്ടീവ് എന്ന് നമുക്കവരെ വിളിക്കാം. ആ ഉള്ളിലെ സർക്കിളിൽ കിടക്കുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ് എന്ന് വിളിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേസിൽ ലെജിസ്ലേച്ചറിലുള്ളവർ എം പിമാരും ആ എം പിമാരിൽ തന്നെ കൂടുതൽ മെജോറിറ്റി ഉള്ളവരെ നമ്മൾ പ്രൈം മിനിസ്റ്ററും ബാക്കി മിനിസ്റ്റേഴ്സും ഉണ്ടാക്കുന്നു. അവരാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഈ ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും ഈ റിലേഷനാണ് പാർലമെൻ്ററി സിസ്റ്റത്തെ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൽ നിന്നും വളരെ അധികം ഡിഫറൻറ്റ് ആക്കുന്നത്. ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും ഇങ്ങനെ ഔട്ടർ സർക്കിളും ഇന്നർ സർക്കിളുമായിട്ട് കിടക്കുന്നത് പാർലമെൻ്ററി സിസ്റ്റവും രണ്ട് വ്യത്യസ്ത സർക്കിളായി ഒരു റിലേഷനും ഇല്ലാതെ ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് പറയാം. അവിടെ എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറുമായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ലെജിസ്ലേച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്, എക്സിക്യൂട്ടീവും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. നേരെ മറിച്ച് പാർലമെൻറ്റിൽ അങ്ങനെയാണോ? അല്ല. ലെജിസ്ലേച്ചറിൻ്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ് എക്സിക്യൂട്ടീവ്. അതാണ് പാർലമെൻ്ററി സിസ്റ്റവും പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രൈം തിങ് ഇതാണ്. ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം, executive is a part of legislature which implements the law and plays an active role in framing it. പാർലമെൻ്ററി സിസ്റ്റത്തിൽ എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചറിൻ്റെ പാർട്ടാണ്. എക്സിക്യൂട്ടീവ് ഒപ്പം ലോ ഇംപ്ലിമെൻറ്റിംഗ് ഓർഗനും ആണ്. ഇനി വാട്ട് ആർ ദ കോമൺ ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്? പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ കോമൺ ഫീച്ചേഴ്സാണ് നമ്മൾ പറയുന്നത്. ഇൻ എ പാർലമെൻ്ററി സിസ്റ്റം, ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് മേ ബി എ monarch or a president, but his position is nominal in power. ഹെഡ് ഓഫ് ദ സ്റ്റേറ്റും ഹെഡ് ഓഫ് ദ ഗവൺമെൻറ്റും പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഉണ്ട്. അതാണ് പാർലമെൻ്ററി സിസ്റ്റത്തെ ഡിഫറെൻ്റ് ആക്കുന്നത്. എവിടെ നിന്നും? പ്രസിഡൻഷ്യൽ സിസ്റ്റത്തിനെ നിന്നും വ്യത്യസ്തമാക്കുന്നത്. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പേരും കൂടെ ഓർക്കുക, ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്. ഇനി 2 മാർക്കിനൊക്കെ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് എന്ന് ചോദിക്കുമ്പോൾ ഇറ്റ്സ് എ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഇത്തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആണ് അന്നേരം പെട്ടെന്ന് നമ്മൾ എഴുതി വെക്കേണ്ടത്. ഇന്ത്യയിൽ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയുമുണ്ട്, പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയുമുണ്ട്. അത് സൂചിപ്പിക്കുന്നത് വി ആർ ഫോളോയിങ് എ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. അത് നമ്മൾ നോമിനൽ എക്സിക്യൂട്ടീവും റിയൽ എക്സിക്യൂട്ടീവിലെ ഡിഫറൻസിലും പറഞ്ഞിരുന്നു. ഈ ഡയറക്റ്റ്ലി പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സായിട്ട് പറയുമ്പോൾ ഫസ്റ്റ് വൺ ഈസ് പ്രസൻസ് ഓഫ് എ നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ്. ഒരു നോമിനൽ എക്സിക്യൂട്ടീവും റിയൽ എക്സിക്യൂട്ടീവും ഉണ്ട്. ഇന്ത്യയുടെ കേസിൽ നോമിനൽ എക്സിക്യൂട്ടീവ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ, റിയൽ എക്സിക്യൂട്ടീവ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ കേസ് എടുത്തു പറയുന്നത് പലവട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചത് ഫീച്ചേഴ്സ് ഓഫ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിച്ചാൽ ഇന്ത്യയുടെ രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. 2, ഈ ലെജിസ്ലേച്ചറിൻ്റെ ഫങ്ഷൻസ്, എക്സിക്യൂട്ടീവിൻ്റെ ഫങ്ഷൻസ്. ചിലപ്പോൾ ഇത് ഫങ്ഷൻസ് ഓഫ് ലെജിസ്ലേച്ചർ എന്ന് നേരിട്ടൊരു ക്വസ്റ്റ്യൻ വരില്ല. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ ചോദിച്ചാലും ലെജിസ്ലേച്ചറിൻ്റെ ഫങ്ഷൻ, കോമൺ ഫങ്ഷൻ നമുക്കറിഞ്ഞാൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഫങ്ഷനാക്കി മാറ്റി എഴുതാൻ നമുക്ക് സാധിക്കണം. ചിലപ്പോൾ ഫങ്ഷൻസ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ പവേഴ്സ് ഓഫ് ഇന്ത്യൻ പ്രസിഡൻ്റ് എന്ന് ചോദിച്ചാൽ പോലും
എക്സിക്യൂട്ടീവിൻ്റെ കോമൺ പവേഴ്സ് അറിയാമെങ്കിൽ കുറച്ചൊക്കെ നമ്മൾ അത് വെച്ച് നമ്മുടെ റീസൺ ഉപയോഗിച്ച് നമുക്ക് പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യയോ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയോ എഴുതാൻ പറ്റണം. അത്തരത്തിലാണ്, അല്ല ഡയറക്റ്റായിട്ട് പഠിപ്പിക്കുന്ന ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതല്ല. ഇതിൻ്റെ പോയിൻറ്റ്സ് മനസ്സിലാക്കി മറ്റു കാര്യങ്ങളിൽ നമ്മളത് അപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഫസ്റ്റ് പോയിൻറ്റ്, നോമിനൽ എക്സിക്യൂട്ടീവ് ആസ് വെൽ ആസ് റിയൽ എക്സിക്യൂട്ടീവ്. ഇന്ത്യയിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ആർട്ടിക്കിൾ 75 പറഞ്ഞിട്ടുണ്ട്, വി നീഡ് എ പ്രൈം മിനിസ്റ്റർ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് ഫോർ ദ പൊസിഷൻ ഓഫ് എ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദാറ്റ് പ്രൈം മിനിസ്റ്റർ ഷുഡ് ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ആൻഡ് പ്രൈം മിനിസ്റ്റർ with the help of Council of Ministers would aid and advise the President of India in exercise of his functions. നോമിനൽ എക്സിക്യൂട്ടീവിൻ്റെയും റിയൽ എക്സിക്യൂട്ടീവും അവിടെ ഉണ്ടെന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന 2 ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 74 75. ആർട്ടിക്കിൾ 75 പ്രൈം മിനിസ്റ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യണം. 74 പറയുന്നത് ഒരു പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഹെഡഡ് ബൈ പ്രൈം മിനിസ്റ്റർ വേണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു പ്രൊവൈഡ് എയ്ഡ് ആൻഡ് അഡ്വൈസ് ടു ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അവിടെയാണ് നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്. നെക്സ്റ്റ് അടുത്ത ഫീച്ചർ, എക്സിക്യൂട്ടീവ് ഈസ് എ പാർട്ട് ഓഫ് ലെജിസ്ലേച്ചർ. നേരത്തെയും പറഞ്ഞു നമ്മൾ, എക്സിക്യൂട്ടീവ് എപ്പോഴും ലെജിസ്ലേച്ചറിൻ്റെ പാർട്ടാണ്. വീണ്ടും വീണ്ടും ഞാനത് പറയുന്നത്, എത്ര പറഞ്ഞാലും മിക്കപ്പോഴും നിങ്ങൾ തെറ്റിക്കുന്ന ഒരു പോർഷനാണ്. ലെജിസ്ലേച്ചർ ഇങ്ങനെ നിൽക്കും, എക്സിക്യൂട്ടീവ് അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ലെജിസ്ലേച്ചർ ഒരു വലിയ സർക്കിളാണെങ്കിൽ അതിൻ്റെ ഇന്നർ സർക്കിളിൽ എക്സിക്യൂട്ടീവാണ്. അതാണ് എക്സിക്യൂട്ടീവ് ഈസ് എ പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് ലെജിസ്ലേച്ചർ. ലെജിസ്ലേച്ചറിൽ നിന്നുമേ എക്സിക്യൂട്ടീവ് ഉണ്ടാകത്തുള്ളൂ. മെമ്പേഴ്സ് ഓഫ് എക്സിക്യൂട്ടീവ് ആർ മെമ്പേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ. മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നവർ ഫസ്റ്റ് എന്താണ്? അവരെല്ലാം ലെജിസ്ലേച്ചറിലെ അംഗങ്ങൾ ആണ്. The executive forms a part of the legislature. In India, the person should be a member of parliament to become a member of the executive. ഫസ്റ്റ് ഒരാൾ ലെജിസ്ലേച്ചറിലെ അംഗമായാൽ മാത്രമേ അയാൾക്ക് ഒരു മിനിസ്റ്ററോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ ആകാൻ പറ്റത്തുള്ളൂ. അതാണ് എക്സിക്യൂട്ടീവ് ഈസ് എ പാർട്ട് ഓഫ് ലെജിസ്ലേച്ചർ എന്ന് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് ഈസ് മെജോറിറ്റി പാർട്ടി റൂൾ. പാർലമെൻ്ററി സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ്, അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടി മാത്രമേ റൂൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദ പാർട്ടി വിച്ച് വിൻസ് മെജോറിറ്റി സീറ്റ്സ് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ ലോവർ ഹൗസ് ഫോംസ് ദ ഗവൺമെൻറ്. ഇത് ഇന്ത്യയിലെ എക്സാമ്പിൾ അങ്ങനെ തന്നെ എടുക്കാം, ബ്രിട്ടനിലും അതാണ്. ലോവർ ഹൗസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ലെജിസ്ലേച്ചർ പഠിച്ചവരാണെങ്കിൽ നമുക്കറിയാം, ലോവർ ഹൗസിലാണ് ഡയറക്റ്റ്ലി പീപ്പിൾ എലക്ട് ചെയ്ത ആൾക്കാർ ഉള്ള ഹൗസ്. അതാണ് നമ്മൾ ലോവർ ഹൗസ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ലോവർ ഹൗസ് ലോക്സഭയാണ്. ബ്രിട്ടൻ്റെ ലോവർ ഹൗസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഹൗസ് ഓഫ് കോമൺസ് ആണ്. അമേരിക്കയുടെ ലോവർ ഹൗസ് എന്ന് പറയുന്നത് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. സോ ദ പാർട്ടി വിച്ച് വിൻസ് മെജോറിറ്റി സീറ്റ് ഇൻ ദ ഇലക്ഷൻ ഓഫ് ദ ലോവർ ഹൗസ് ഫോംസ് ദ ഗവൺമെൻറ്. ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടുന്ന ആളുകൾ ഗവൺമെൻറ് ഫോം ചെയ്യുന്നു. ഇന്ത്യയുടെ കേസിലും ബ്രിട്ടൻ്റെ കേസിലും, ബ്രിട്ടനിൽ ദ ക്വീൻ വിൽ അപ്പോയിൻറ്റ് ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ആസ് ദ പ്രൈം മിനിസ്റ്റർ. ബ്രിട്ടൻ്റെ കേസാണെങ്കിൽ ആരായിരിക്കും? ബ്രിട്ടനിലെ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് എന്ത് ചെയ്യും? ദ ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ് വിൽ അപ്പോയിൻറ്റ് ദ ലീഡർ ഓഫ് ദ മെജോറിറ്റി പാർട്ടി ആസ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് അതർ മിനിസ്റ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓൺ ദ അഡ്വൈസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ. ബാക്കിയുള്ള മിനിസ്റ്റേഴ്സിനെ എങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും? പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസ് അനുസരിച്ച് പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. അതാണ് മെജോറിറ്റി പാർട്ടി റൂൾ. ഇന്നത്തെ കാലത്തിൽ മെജോറിറ്റി പാർട്ടി റൂളിനോടൊപ്പം കോഅലീഷൻ ഗവൺമെൻറ്റ്സ് വരുന്നുണ്ട്. നമ്മളതിനെ പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷേ കോഅലീഷൻ എന്നുള്ള ടേം നിങ്ങൾ ഓർക്കണം. COALITION, കോഅലീഷൻ ഗവൺമെൻറ്. 2 or more political parties join together to form a government is known as coalition government. 2 അതിലധികമോ പൊളിറ്റിക്കൽ പാർട്ടീസ് ഒന്നിച്ച് ചേർന്ന് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് നമ്മൾ കോഅലീഷൻ ഗവൺമെൻറ് എന്ന് വിളിക്കുന്നത്. അപ്പം മെജോറിറ്റി പാർട്ടി റൂൾ, അതാണ് അടുത്ത പോയിൻറ്റ്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. പാർലമെൻ്ററി സിസ്റ്റത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. The members or the ministers are collectively and individually responsible to the lower house.
മിനിസ്റ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് കൂട്ടുത്തരവാദിത്തം ഉണ്ട്. എവിടെ? പാർലമെൻറ്റിനോട്. കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ മലയാളം കൂട്ടുത്തരവാദിത്തം എന്നാണ്. ഒരു മിനിസ്റ്റർ ചെയ്യുന്ന തെറ്റിനും ഉത്തരവാദികൾ ഒരു മിനിസ്റ്റർ മാത്രമല്ല, മുഴുവൻ മിനിസ്റ്റേഴ്സും ഉത്തരവാദിയാണ്. ഒരാൾ ഒറ്റയ്ക്ക് ചെന്ന് ആ മിനിസ്റ്റർ എന്ന പോസ്റ്റിലിരുന്ന് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രൈം മിനിസ്റ്ററും ബാക്കിയുള്ള മുഴുവൻ മിനിസ്റ്റേഴ്സും ഉത്തരവാദികളാണ്. അതാണ് മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി ആൻഡ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ പാർലമെൻറ്റ് അല്ലെങ്കിൽ ടു ദ ലോവർ ഹൗസ്. അതുകൊണ്ടാണ് ലോവർ ഹൗസിന് മന്ത്രിസഭയെ പുറത്താക്കാനുള്ള പ്രത്യേക അനുമതി ഭരണഘടന കൊടുത്തിട്ടുണ്ട്. നമ്മളതിനെ വിളിക്കുന്ന പേര് നോ കോൺഫിഡൻസ് മോഷൻ, അവിശ്വാസ പ്രമേയം. എന്താണ്? മിനിസ്റ്റേഴ്സോ പ്രൈം മിനിസ്റ്ററിലോ ലോക്സഭയ്ക്ക് വിശ്വാസമില്ലെങ്കിൽ അവരെ പുറത്താക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നോ കോൺഫിഡൻസ് മോഷൻ. അപ്പം കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ മിനിസ്റ്റേഴ്സ് ആർ കളക്റ്റീവ്ലി ആൻഡ് ഇൻഡിവിജ്വലി റെസ്പോൺസിബിൾ ടു ദ ഹൗസ് എന്ന് പറയാം. അതിനാണ് നമ്മളൊരു പോയിൻ്റ് പറയും, ദേ വിൽ സ്വിം ടുഗദർ ആൻഡ് സിങ്ക് ടുഗദർ. നീന്തി കയറണമെങ്കിലും അവർ ഒന്നിച്ച് തന്നെ പോകണം, മുങ്ങിപ്പോവുകയാണെങ്കിൽ ഒന്നിച്ചാണ് മുങ്ങേണ്ടത്. ഇപ്പോൾ ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്താൽ അതിനർത്ഥം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മൊത്തത്തിൽ റിസൈൻ ചെയ്തു എന്നാണ്. ഒരു സ്റ്റേറ്റിൽ ചീഫ് മിനിസ്റ്റർ റിസൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡെത്ത് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ടോട്ടൽ മിനിസ്റ്റേഴ്സ് മുഴുവൻ റിസൈൻ ചെയ്തതിന് തുല്യമാണ്. അതാണ് 1 for all ആൻഡ് all for one എന്ന പ്രിൻസിപ്പിളാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ഉള്ളത്. all for one ആൻഡ് 1 for all ഇങ്ങനെയുള്ള ഒരു പ്രിൻസിപ്പിളാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയിൽ ഉള്ളത്. മറ്റൊരു പോയിൻറ്റ്, പ്രൈം മിനിസ്റ്റർ ആസ് എ സെൻറ്റർ ഓഫ് പവർ. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൽ ഇന്ത്യയിലും ബ്രിട്ടനിലും മിക്ക സ്ഥലത്തും സെൻറ്റർ ഓഫ് പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും പ്രൊമിനൻറ്റ് പേഴ്സൺ പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ബിക്കോസ് ഹീ ഈസ് ദ റിയൽ എക്സിക്യൂട്ടീവ്. പ്രൈം മിനിസ്റ്റർ ഇസ് എ ഹെഡ് ഓഫ് ദ ഗവൺമെൻറ് and he has to play a significant and important role in the working of the government. മറ്റൊരു പോയിൻറ്റ്, പാർലമെൻ്ററി ഒപ്പോസിഷൻ. ഒപ്പോസിഷൻ എപ്പോഴും ഉണ്ടായിരിക്കും ഒരു പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൽ. ഒപ്പോസിഷൻ എന്ന് വെച്ചാൽ പ്രതിപക്ഷം. അവരുടെ റോൾ എന്താണ്? ദേ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ചെക്കിംഗ് ദ ആർബിട്രറി യൂസ് ഓഫ് അതോറിറ്റി ബൈ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. ഗവൺമെൻറ് അനാവശ്യമായി അധികാരം ഉപയോഗിക്കുന്നു എന്ന് എപ്പോഴും ചെക്ക് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? പ്രതിപക്ഷത്തിനാണ്, ഒപ്പോസിഷനാണ്. ഒപ്പോസിഷൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ചെക്കിംഗ് ദ ആർബിട്രറി യൂസ് ഓഫ് അതോറിറ്റി ബൈ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. അതാണ് പാർലമെൻ്ററി ഒപ്പോസിഷൻ എന്ന് വിളിക്കുന്നത്. മറ്റൊരു പോയിൻറ്റ്, ഇൻഡിപെൻഡൻറ്റ് സിവിൽ സർവീസ്. ഇൻഡിപെൻഡൻറ്റ് സിവിൽ സർവീസും പാർലമെൻ്ററി സിസ്റ്റത്തിൽ ഉണ്ടാകും. സിവിൽ സർവൻസിനെ മറ്റൊരു പേര് നമുക്ക് വിളിക്കാം പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് ദേ വിൽ പ്രൊവൈഡ് അഡ്വൈസ് ടു ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. പെർമനൻറ്റ് എക്സിക്യൂട്ടീവ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കും. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ആരാണ്? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ഇലക്റ്റഡ് ബൈ ദ പീപ്പിളാണ് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഇവിടെ മിനിസ്റ്റേഴ്സാണ്. സോ മിനിസ്റ്റേഴ്സിനെ അഡ്വൈസ് ചെയ്ത് റൈറ്റ് ഡിസിഷൻ എടുക്കേണ്ട ജോലി എന്ന് പറയുന്നത് ആരുടെ കയ്യിലാണ്? സിവിൽ സർവൻസിനാണ്. ദേ അഡ്വൈസ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ദ ഡിസിഷൻസ് ഓഫ് ദ ഗവൺമെൻറ്. സിവിൽ സർവൻസ് ഹോൾഡ് പെർമനൻറ്റ് അപ്പോയിൻറ്റ്സ് ബേസ്ഡ് ഓൺ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വഴി അധികാരത്തിൽ എത്തുന്ന ഒരു വിഭാഗമാണ് സിവിൽ സർവൻസ് അല്ലെങ്കിൽ പെർമനൻറ്റ് എക്സിക്യൂട്ടീവ്. ദേ ആർ ഓൾസോ എ പാർട്ട് ഓഫ് ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്. നെക്സ്റ്റ് ഈസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഉള്ളിടത്തെല്ലാം ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഉണ്ട്. ബൈക്യാമറൽ ലെജിസ്ലേച്ചർ നമ്മൾ പഠിച്ചതാണ്. ലെജിസ്ലേച്ചർ കൺസിസ്റ്റ് ഓഫ് 2 houses നോൺ ആസ് ബൈക്യാമറൽ ലെജിസ്ലേച്ചർ. മെറിറ്റും പഠിച്ചു, ഡിമെറിറ്റും എല്ലാം നമ്മൾ പഠിച്ചതാണ്. അവിടെ ലോവർ ഹൗസ് ഉണ്ടാകും, അപ്പർ ഹൗസും ഉണ്ടാക്കും. ലോവർ ഹൗസിൽ ഡയറക്റ്റ്ലി എലക്റ്റഡ് ബൈ ദ പീപ്പിളും അപ്പർ ഹൗസിൽ എങ്ങനെയായിരിക്കും? ഇൻഡയറക്റ്റ് എലക്ഷനും ആയിരിക്കും ഇത്തരത്തിൽ ബൈക്യാമറൽ ലെജിസ്ലേച്ചറിൽ ഉള്ളത്. അപ്പോൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചർ ഈസ് ഓൾസോ എ ഫീച്ചർ ഓഫ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ. In a bicameral legislature, the members of the lower house are directly elected by the people and the members of the upper house are indirectly elected by the people.
അപ്പർ ഹൗസ് നമുക്ക് ഇന്ത്യയിലെ അപ്പർ ഹൗസ് രാജ്യസഭ, ബ്രിട്ടനിലെ അപ്പർ ഹൗസ് എടുക്കുമ്പം ഹൗസ് ഓഫ് ലോർഡ്സ് ആണ്. അമേരിക്കയിലേക്ക് വരുമ്പോൾ അപ്പർ ഹൗസ് എന്ന് പറയുന്നത് സെനറ്റാണ്. മോസ്റ്റ് പവർഫുൾ അപ്പർ ഹൗസ് സെനറ്റാണ്. ലോകത്തിലെ ഏറ്റവും അധികാരമുള്ള അപ്പർ ഹൗസ് സെനറ്റാണ്. ഏറ്റവും അധികാരം കുറഞ്ഞ അപ്പർ ഹൗസ് എടുത്താൽ ബ്രിട്ടനിലെ ഹൗസ് ഓഫ് ലോർഡ്സ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മിഡ്സിൽ നിൽക്കും ഇന്ത്യയിലെ രാജ്യസഭ. രാജ്യസഭയുടെ മറ്റൊരു പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്. ഫൈനൽ ലാസ്റ്റ് പോയിന്റ്, സീക്രസി. The members of the executive have to follow the principle of secrecy in matters. സീക്രസി എന്നിവിടെ ഉദ്ദേശിക്കുന്നത് ക്യാബിനറ്റ് മീറ്റിങ്ങുകളും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലും നടക്കുന്ന മീറ്റിങ്ങുകളിലും അതിൽ പങ്കെടുക്കുന്ന എല്ലാ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സിനും ഒരു സീക്രസി ഉണ്ട്. അതിൽ കടക്കുന്ന കാര്യങ്ങൾ പുറത്ത് വന്ന് അവർക്ക് വിളിച്ച് പറയാൻ പറ്റത്തില്ല. അത് ആ സീക്രസി അവർ അധികാരത്തിൽ എത്തുമ്പോൾ തൊട്ട് പ്രതിജ്ഞ എടുക്കുമ്പോൾ മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ എടുക്കുന്ന സമയം തൊട്ട് ഈ സീക്രസി ഉണ്ട് എന്ന് പറഞ്ഞ് തന്നെയാണ് അവർ പ്രതിജ്ഞ എടുക്കാറുള്ളത്. അതാണ് ദ മെമ്പേഴ്സ് ഓഫ് ദ എക്സിക്യൂട്ടീവ് ഹാവ് ടു ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് സീക്രസി ഇൻ മാറ്റേഴ്സ് സച്ച് എസ് പ്രൊസീഡിങ്സ്, എക്സിക്യൂട്ടീവ് മീറ്റിംഗ്സ്, പോളിസി മേക്കിംഗ്. നയപരമായ തീരുമാനങ്ങളിലും എക്സിക്യൂട്ടീവ് മീറ്റിംഗ്സിലും എല്ലാം ഈ സീക്രസി അവർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. ഇൻ ഇന്ത്യ ദ മിനിസ്റ്റേഴ്സ് ടേക്ക് ഓത്ത് ഓഫ് സീക്രസി ബിഫോർ എൻറ്ററിങ് ദെയർ ഓഫീസ്. ഓഫീസിൽ അധികാരത്തിലെത്തി അവരുടെ ആ പോസ്റ്റിലേക്ക് കയറുമ്പോൾ എടുക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ തൊട്ട് അവർക്ക് ഈ സീക്രസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കണം. ഇത്രയുമാണ് പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിട്ടുള്ളത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് വായിച്ച് പഠിക്കാവുന്നതേ ഉള്ളൂ. റെപ്രസെൻറ്റ്സ് ഡൈവേഴ്സ് ഗ്രൂപ്പ്, better coordination between legislature and executive, prevents authoritarianism, responsible government, availability of alternate government. അതിൻ്റെ അഡ്വാൻറ്റേജസും ഒപ്പം ഡിസഡ്വാൻറ്റേജസും പഠിച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കണം. ഓക്കെ.